അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിനെയും കുഞ്ഞിനെയും കണ്ടുവന്നതിന് ശേഷം ഷെഫി ഉസ്താദിനെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിഷമം. എന്നാൽ ബത്തൂലിന് താല്പര്യം അവളെ ഏറ്റെടുക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഷെഫി ഉസ്താദ് ഉറപ്പിച്ചു പറഞ്ഞു, ഒരിക്കൽ പോലും എനിക്കതിന് തയ്യാറല്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളായിരുന്നു കടന്നു വന്നിരുന്നത്. ഒരിക്കലും അവൾ അനാഥമായി കഴിയണ്ട, ഒരു ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിച്ചോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും അവളെ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല, എനിക്കതിന് ഇഷ്ടമല്ല. കാരണം മറ്റൊരാൾ ഉപയോഗിച്ച പഠിച്ചോനെ ആലേക്കും കൂടി കഴിയണില്ല. എന്നാൽ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയിരുന്നു. അതായത് രാജേഷിനെ നേരിട്ട് കണ്ട സമീർ, എടാ നീ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തു അല്ലേ എന്ന് പറഞ്ഞ് രാജേഷ് സമീറിൻ്റെ നേർക്ക് വരുമ്പോഴേക്കും അവന് തടുത്തു. രാജേഷ്, ഇനിയും നീ ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിക്കാനോ ബലാത്സംഗം ചെയ്യാനോ പാടില്ല, ആദ്യം നിന്നെ സമ്മതിക്കില്ല. ഇന്നത്തോടു കൂടി നിന്റെ കഴപ്പ് ഞാൻ തീർക്കും. സമീറിൻ്റെ കയ്യിൽ കരുതിയ ആ ഒരു കത്തിയെടുത്ത് അവൻ്റെ നേർക്ക് രാജേഷിനെ പിടിച്ചു വെച്ച് അമർത്തി തള്ളിയിട്ട്, എടാ നീ ഇനി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുമോ? എത്രയെത്ര പെൺകുട്ടികളെയാണ് നീ ഉപദ്രവിക്കുന്നത്? ഒരിക്കൽ പോലും നിന്നെ വെറുതെ വിടില്ല, വെറുതെ വിടാൻ പോകില്ല. പക്ഷേ ഇവിടുത്തെ പോലീസും കോടതിയുമെല്ലാം അതൊക്കെ നിനക്ക് അനുകൂലമായിരിക്കും. കാരണം നീ പണം എറിയുന്നുണ്ട്. പക്ഷേ ഇനി അതിന് സമ്മതിക്കില്ല. അതെ, നമ്മുടെ എസ് ഐനെ സ്ഥലം മാറ്റാൻ വരെ കാരണക്കാരൻ അത് നീയായിരുന്നു അല്ലേ? എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്? ഒരിക്കൽ പോലും അവിടുന്ന് സസ്പെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഇനി നിനക്ക് രക്ഷയില്ല. എൻ്റെ കൈകൊണ്ടായിരിക്കും നിൻ്റെ അന്ത്യം ഒരു പക്ഷേ. അതിൻ്റെ പേരിൽ എനിക്ക് ആജീവനാന്തം ജയിലിൽ കിടന്നാലും വേണ്ടില്ല. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തനെ ഈ ഒരു നാട്ടിൽ വിടുന്നത് അപകടമാണ്. ഒരുപാട് സ്ത്രീകളുടെ, പെണ്ണുങ്ങളുടെ ഭാവി ജീവിതം നഷ്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ അവരെ തെറ്റുകളിലേക്ക് നയിക്കുന്ന നിന്നെ ഒരിക്കലും വിടാൻ പോകുന്നില്ല. എന്നാൽ ശരിക്കും ഷമീറിൻ്റെ മാനസിക നില ആകെ തെറ്റിയിരുന്നു. അതെ, ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ച ഈ ഒരു കുലദ്രോഹിയെ വെറുതെ വിടാൻ പാടില്ല. രണ്ടുപേരും നല്ല രീതിയിൽ അടിയിൽ തന്നെയാണ്. എന്നാൽ അതാ അവൻ്റെ കൈകൾ കൊണ്ട് രാജേഷിൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് പറഞ്ഞു, പറയടാ, ഇനി നീ ഒരു പ്രവൃത്തിക്ക് നിൽക്കുമോ? ഇല്ല, ഇനി ഞാൻ നിൽക്കില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, നിന്നെ വെറുതെ ഞാൻ വിടില്ല. രണ്ട് കാലുകളും അടിച്ചൊടിക്കും ഞാൻ. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. നോക്കിക്കോ, എന്നോട് ക്ഷമിക്കണം, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഇപ്പം നേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും നിന്നെ അവിടുത്തെ ആളുകൾ നിന്നെ രക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, ആ എസ് ഐയെ നീ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു ഓരോ കാരണം പറഞ്ഞ്. എന്തിനാടാ? ഇനിയും നിൻ്റെ ഉദ്ദേശം ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിക്കണം എന്നതായിരിക്കുമല്ലേ? ഒരിക്കലും വിടില്ല. ഷമീറുള്ള കാലത്തോളം നിന്നെയും വിടില്ല. രാജേഷിനെ കോളറിനെ പിടിച്ച് അമർത്തി ചങ്കിലേക്ക് അമർത്തിക്കൊണ്ട് പറഞ്ഞു, എന്നെ കൊല്ലല്ലേ. കൊല്ലല്ല, നിന്നെ ജീവച്ചവമാക്കി ഇവിടെ ഇടാണ് വേണ്ടത്. കൊന്നു കഴിഞ്ഞാൽ നീ അങ്ങ് പെട്ടെന്ന് രക്ഷപ്പെടും. പാടില്ല. ഒരുപാട് ആളുകളുടെ കണ്ണീരാണ് നിനക്കുള്ളത്. അതെ, പാവപ്പെട്ട എത്രയോ ഉസ്താദുമാർ, പാവപ്പെട്ട എത്രയോ സാധാരണക്കാരായ കുട്ടികളെ, ഭാര്യമാരെ നീ തട്ടിയെടുത്ത്, അതും സുന്ദരികളെന്ന് മാത്രം നോക്കി സെലക്ട് ചെയ്ത് തട്ടിയെടുത്ത് നിനക്ക് നിൻ്റെ കച്ചവടത്തിന് വേണ്ടി വിൽക്കലേ? അതൊരിക്കലും നടക്കില്ല രാജേഷേ. ഇനി കഴിഞ്ഞതേതായാലും കഴിഞ്ഞു. പക്ഷേ നിന്നെ അങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ, പറയടാ, നീ എത്ര പെൺകുട്ടികളെ വേറെ സ്ഥാപനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? അതൊക്കെ ഞാൻ പറയാം, എന്നെ വെറുതെ വിട്, എൻ്റെ ചങ്കിൽ നിന്ന് കഴിയെടുക്ക്. ഇല്ല, ഒരുപാട് ആളുകളെ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തട്ടെ, നിൻ്റെ യഥാർത്ഥ മുഖമൊന്ന് കാണുവാൻ വേണ്ടിയിട്ട്. അവിടെ നിൽക്ക്. എന്നാൽ രാജേഷിനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് ഷമീർ അവനെ ഒരു റൂമിലിട്ട് അടക്കുകയാണ് ചെയ്തത്. ഡാ, എന്നെ നീ പൂട്ടിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിൽക്ക്, നിനക്ക് ഞാൻ തരാം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഒരുപാട് ആളുകളുടെ കണ്ണീരാണ് നീ അനുഭവിക്കേണ്ടത്. അവരെല്ലാവരെയും ഒന്ന് വിളിച്ചു വരുത്തട്ടെ. നോ, വേണ്ടാത്ത പ്രവൃത്തിക്ക് നിൽക്കരുത്. പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുന്ന എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നീ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ കസ്റ്റഡിയിൽ നീ 2 ദിവസം കിടക്കണം. അവിടെ നിൽക്ക്, നിനക്കുള്ള ഞാൻ നന്നായിട്ട് വെച്ച്. നീ
നീ എങ്ങനെയൊക്കെ തന്നെ രക്ഷപ്പെടാൻ നോക്കിയാലും നടക്കില്ല രാജേഷ്, നടക്കില്ല. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിനക്ക് അഹങ്കാരം. നീ ഇവിടുത്തെ SI വരെ ഒഴിപ്പിച്ചു. ഒരിക്കൽ പോലും അതൊക്കെ അവിടെ നിൽക്കെടുക്ക്. അങ്ങനെ അതാ രാജേഷിനെ റൂമിൽ പൂട്ടിയിട്ട് ഷമീർ നേരെ SIയുടെ വീട്ടിലേക്ക്. SI സാധാരണത്തെ രീതിയിൽ സാധാരണ വസ്ത്രധാരണത്തിൽ നേരെ ഷമീർ, എന്താടാ ആ വില്ലൻ്റെ കാര്യം? സാറേ, നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ കാരണക്കാരൻ അത് അവൻ തന്നെ. ഇല്ലാത്തൊരു കേസ് പറഞ്ഞുണ്ടാക്കിയിട്ട് സസ്പെൻഷൻ ചെയ്യിപ്പിച്ചു. അതായത് അങ്ങനെ ഓരോ ക്രിമിനൽസ് പറഞ്ഞാൽ പണം കൂടി എറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പോലീസും കോടതിയൊക്കെ വീണു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും വേറൊന്നും പറയാനില്ല. അവന് ശക്തമായ ശിക്ഷ നൽകുക തന്നെ വേണം. അല്ലെങ്കിൽ ഓൻ ഇനിയും അതല്ല ഇതിനപ്പുറവും ക്രിമിനൽ കുറ്റങ്ങൾ മാത്രമല്ല, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവൻ ഈ രീതിയിലുള്ള ബിസിനസ് ചെയ്ത് അവൻ കോടീശ്വരനാകും. അതുകൊണ്ട് സാറേ, നിങ്ങളേതായാലും അതേടാ, അല്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നിടത്ത് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ഒരു നാട്ടിൽ നിന്ന് നമ്മളെ സസ്പെൻഡ് ചെയ്യും. ഞാൻ അവൻക്കെതിരെ ഉള്ള കേസിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം നികത്തുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ എനിക്ക് കോടതി വിധി വന്നു അവിടെ നിന്ന് മാറണം എന്നുള്ളത്. താങ്കളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് എൻ്റെ കമ്മീഷണർ ഫോൺ കോൾ വന്നപ്പോൾ പിന്നീട് എനിക്ക് ആകപ്പാടെ എനിക്ക് ഈ ഒരു കേസിൽ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ക്രിമിനലിനെ പൂട്ടുവാനോ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ നല്ല സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ സാറേ, ഞാൻ പിന്നെയാണ് അറിഞ്ഞത് സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. എന്നാൽ സാറേ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ ഷമീർ? അല്ലെങ്കിൽ സത്യം ഇവിടെ വിജയിക്കില്ലടാ. നമ്മൾ സത്യസന്ധമായി പോരാടാൻ ശ്രമിക്കുമ്പോൾ പല ക്രിമിനൽസും പല തെറ്റുകാരും പണമെറിഞ്ഞ് അതങ്ങ് ഇല്ലാതാക്കും. പിന്നെ എന്തായാലും രാജേഷ്, അവന് വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ അക്രമത്തിന് ഇരയാകും. അതുകൊണ്ട് അവന് കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ആലോചിക്കണം. ഒരിക്കലും പോലീസും കോടതിയും മുഖേനയല്ല, നാട്ടുകാരെ ഇടയിൽ അവനെ ഒന്ന് കൊണ്ടുവരണം. നാട്ടുകാർ തീരുമാനിക്കട്ടെ. എന്നാൽ പെട്ടെന്ന് തന്നെ ഷമീർ പറഞ്ഞു, സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഷമീർ? അതായത് അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഞാനവനെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ആരും അറിയില്ല ആ സ്ഥലം. അവൻ എന്നെ ഉപദ്രവിക്കാൻ വീണ്ടും വന്നതായിരുന്നു. എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. അതിനിടക്കാണ് അവൻ വീണ്ടും എന്നെ ചൊറിഞ്ഞു കയറി വന്നത്. പിന്നെ ഞാൻ ഇന്ന് എന്ത് ചെയ്യാനാ? വെറുതെ വിടാൻ ശ്രമിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. അവൻ എൻ്റെ നേർക്ക് അവൻ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. വിട്ടില്ല ഞാൻ. ശരിക്കും പറഞ്ഞാൽ പോലീസ് ചോദിച്ചു, അല്ല എന്നിട്ട്? അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ദയവായി ഷമീർ, നീ അവനെ ഇനി പോലീസിനെ വിളിച്ചേൽപ്പിക്കരുത് ഒരിക്കൽ പോലും. അതിനുള്ള ആളുകൾ നാട്ടുകാരാണ്. നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം ആ ഒരു ചെറ്റിയെ. എന്നിട്ട് അവർ കൈകാര്യം ചെയ്യണം. ഇനി ഒരിക്കൽ പോലും ഒരു മുസ്ലിം പെൺകുട്ടികളെയും അവന് പീഡിപ്പിക്കാൻ തോന്നരുത്. അവൻ്റെ സ്ഥാപനവും അവൻ്റെ പണം ഇടപാടുകളും അവൻ്റെ ആളുകളും എല്ലാം ഒരു സെറ്റായിരുന്നു. എന്തായാലും അവനെ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണോ? അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ അത്രക്കും സേഫ് ആൻഡ് സെക്യൂറായിട്ടാണ് അവിടെ അവനെ ഇരുത്തിയിട്ടുള്ളത്. പിന്നെ ചുറ്റുഭാഗത്തൊന്നും വീടും കാര്യങ്ങളും ഒന്നുമില്ല, ഫോണും ഒന്നുമില്ല. എല്ലാം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അവൻ്റെ ഫോൺ വരെ ഞാൻ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഓഹോ, അങ്ങനെ അല്ലേ? എന്നാൽ വൈകിക്കേണ്ട. ആളുകളുടെ അടുത്തേക്ക് അവൻ ഇട്ട് കൊടുക്കണം. SI സാർ, നിങ്ങളും വരി, നമുക്ക് ആയിക്കോട്ടെ, ഓക്കെ. കാരണം ഞാനിപ്പോൾ സസ്പെൻഷനിലാണല്ലോ, എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇല്ലല്ലോ. ഡ്യൂട്ടിയുടെ സമയത്തല്ലേ എന്തെങ്കിലും ആരെങ്കിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുപിടിക്കുന്നവരെയൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷനുള്ളൂ. ഇതിപ്പോൾ ഞാൻ സാധാരണക്കാരും മാത്രം. തോളിലുള്ള ആ ഒരു നക്ഷത്രങ്ങളിൽ എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലികൾ അന്തസ്സോടെ അഭിമാനത്തോടെ സത്യസന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. അല്ലാതെ ഒരിക്കൽ പോലും ഉടായ്പ് കളിച്ച് വെറും ക്യാഷിന് വേണ്ടി പോലീസിൽ പണിയെടുക്കുന്നവനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സസ്പെൻഷൻ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ദുനിയാവ് മാത്രമല്ലല്ലോ, നാളെ മറ്റൊരു ലോകം ഉണ്ടല്ലോ. എന്തിനാണ് വെറുതെ കൈക്കൂലി വാങ്ങിയ ആളുകളെ? എനിക്കതിന് ഒട്ടും താല്പര്യമില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ അവന് വേണ്ടത് കൊടുക്കും. പക്ഷേ അവൻ്റെ ആളുകളെ എത്രയോ വലിയ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ അവൻ്റെ ആളുകളാണ്. കാരണം എന്താ?
ഇതുപോലുള്ള നല്ല നല്ല പെൺകുട്ടികളെ അവർ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ രക്ഷപ്പെടാൻ പോവില്ല, അവൻ രക്ഷപ്പെടാൻ പാടില്ല, ഇതൊരിക്കലും അറിയരുത്. എന്നാൽ രാജേഷിൻ്റെ ഫോണിലേക്ക് നിരന്തരം അതാ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സാറേ ഇത് കണ്ടോ? ഒരു നിമിഷം സാർ ഞെട്ടിപ്പോയി. ഇത് ആരുടെ നമ്പറാണ്? ഇത് ഇപ്പോഴത്തെ SI, ഡ്യൂട്ടിയിലേക്ക് കയറിയ SI പുതിയ ഗണേഷിൻ്റെ നമ്പർ. ശരിക്കും ഞെട്ടിപ്പോയി. ഓ, ആ SI വരെ ഇവന് വിളിക്കുകയാണ്. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. ഷമീർ ശബ്ദം മാറ്റി. ഹലോ, ആ എവിടെ രാജേഷ്? അല്ല, നീ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് കക്ഷികളുണ്ടെന്നുള്ളത്. നമുക്കുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ എപ്പോഴാ? എങ്ങനെയുണ്ട്? ലൗഡ് സ്പീക്കർ ഇട്ട് SIക്ക് കാണിച്ചു കൊടുത്തു. SIക്ക് കൈകാലുകൾ തരിച്ചു. അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചേനെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ. ഇത്രക്കും വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വരെ. ശരിക്കും അതെ, നമ്മുടെ SIയും ഷമീറും അവനെ ഒന്ന് കൊടുക്കണമെന്ന് കരുതിയിട്ട് തന്നെ നിൽക്കുന്നു. ഓരോരുത്തരുടെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എത്ര ക്യാഷ് പറടാ? നീ ക്യാഷ് പറഞ്ഞില്ലല്ലോ. എത്ര? 1 ലാഖൊക്കെ വേണോ? ആഹാ, കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ 1 അല്ല 2 ആയാലും കുഴപ്പമില്ല, നീ സെറ്റാക്കിക്കൊണ്ടാ, നല്ല അടിപൊളി ആയിക്കോട്ടെട്ടോ. അങ്ങനെ പല രീതിയിലുള്ള കോളുകൾ, അതെ വാട്സപ്പ് മെസ്സേജുകൾ, അതെല്ലാം അതിൽ വന്നുകൊണ്ടിരിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷേ വാട്സപ്പ് അത് ലോക്കായതുകൊണ്ട് തന്നെ ആ ലോക്ക് ഞാൻ പൊട്ടിച്ചോളാം, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ അത് ലോക്ക് പൊട്ടിച്ചു. അതിലേക്കുള്ള ഓരോ കോളുകളും ഓരോ മെസ്സേജുകളെല്ലാം ഇവർ റീഡ് ചെയ്യുന്നു. ശരിക്കും എങ്ങനെയുണ്ട് സാറേ? ഇതാണ്. അപ്പോൾ ഇവന് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. രാജേഷ്, പിന്നെ 2 കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്, കുഴപ്പമൊന്നുമില്ല, എങ്കിലും നല്ല സംഖ്യ ആണെങ്കിലും ഓക്കെ. എന്താ, ഉറപ്പിക്കല്ലേ? അങ്ങനെ പല രീതിയിലല്ല. അപ്പോൾ ഇവൻ മനുഷ്യ കച്ചവടം ചെയ്യാണ്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെയാണ് ഇവൻ ലക്ഷ്യമിടുന്നത്, മുസ്ലിം പെൺകുട്ടികളെ. ഒരിക്കൽ പോലും അവന് പ്രായമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ചെറിയ കല്യാണപ്രായമായ നല്ല ഇളം പെണ്ണുങ്ങളെയാണ് ഇവൻ ആഗ്രഹിക്കുന്നതും ഇവൻ ബിസിനസ് ചെയ്യുന്നതും. അതെ, എല്ലാം നമുക്കിവിടെ തെളിവ് സഹിതം കിട്ടിയല്ലോ. ഈ ഫോൺ എന്തൊക്കെ തന്നെയായാലും നിൻ്റെ കയ്യിൽ കിട്ടിയതും വലിയത്. അതല്ല, എന്നിട്ട് ആ കക്ഷി എവിടെ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. സാറേ, ഒരുപാടുണ്ട്, ഇതിലൊരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ട്. അവന് എവിടേക്കാണ് സ്ഥാപനങ്ങളുള്ളത്, ആരൊക്കെ ഏജൻറ്റുമാർ, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയോണ്ട് അടക്കം നമുക്ക് ഈ തെളിവുകൾ കിട്ടി. പക്ഷേ ഇത് കോടതിയിലൊക്കെ കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കുകയാണെങ്കിലും അവരെ നശിപ്പിക്കും. അതുകൊണ്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അവൻ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പല്ലേ? തൽക്കാലം നമുക്ക് 2 പേർക്കൊന്ന് പോയി നോക്കാം. ആരും അറിയണ്ട. എൻ്റെ ഫ്രണ്ട്സുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് കണ്ടുപിടിച്ച് പിന്നീട് അങ്ങോട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഷമീർ, നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ SIയും ഷമീറും പുറപ്പെടുകയാണ്. ശരിക്കും രാജേഷിനെ പൂട്ടിയിട്ട ആ സ്ഥലത്തേക്ക്. അല്ല ഷമീർ, ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എത്രയോ തവണ അവനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെയൊക്കെ നിന്നിട്ട്. പക്ഷെ നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ, നമ്മൾ ചൊറിയാൻ വന്നതാണ്, പക്ഷെ ചൊറിയാൻ വന്നവരെ ഞാൻ വെറുതെ വിടില്ല. ഓരോ പെൺകുട്ടികളുടെ ഭാവി ജീവിതം നശിപ്പിക്കാനും പാവപ്പെട്ട ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, അവരുടെയൊക്കെ കണ്ണുനീർ വീണ മണ്ണാണത്. അതൊക്കെ തിരിച്ചെടുക്കണം. അവർക്കൊക്കെ പകരം ചോദിക്കാനുള്ളത് ചോദിക്കണം. ആ ക്രിമിനലിനെ ഞാൻ അവിടെ പുറത്ത് ഇട്ടുകൊടുക്കും, അവരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. നാട്ടുകാരുടെ ഇടയിലേക്ക് രാജേഷിനെ ഇട്ടുകൊടുക്കണം. എന്നിട്ട് പെരുമാറട്ടെ, അവരുടെ ദേഷ്യമെല്ലാം തീർക്കട്ടെ. അല്ലാതെ ഒരിക്കൽ പോലും പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നടക്കില്ല സാറേ ഒന്നും. അവർ നൈസായിട്ട് അവനെ പാലും തേനും കൊടുത്തങ്ങ് വളർത്തും. അല്ലാതെ ഒരിക്കൽ പോലും അവനൊരു പ്രഹരവും ഏൽക്കില്ല. എടാ ഷമീർ, നീയായിരുന്നു പോലീസിലേക്ക് വരുന്ന ആൺകുട്ടി. സർ, ഞാൻ എന്തടാ ഒരു PSC എഴുത്, PSC എഴുത്, നീ പോലീസിൽ കയറ്, നിനക്കതിനുള്ള എല്ലാം ഉണ്ടല്ലോ. നിനക്കതിനുള്ള വിദ്യാഭ്യാസവും നിനക്കതിനുള്ള കഴിവും നിനക്കതിനുള്ള ചങ്കൂറ്റവും ശരീരവും എല്ലാം ഉണ്ട്. സാറേ, പോലീസാകുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ചില ക്രിമിനൽസിനെ പിടിക്കാൻ ചില പോലീസുകാർ മതിയായില്ലെന്ന് വരും. എടാ, ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ശ്രമിച്ചതാണ്.
അവൻ അകത്താക്കുവാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ നൈസായി അങ്ങ് ഊരിപ്പോയി. അത് പാടില്ല, ഊരിപ്പോവാൻ പാടില്ല. എന്താ ഷമീർ, PSC എഴുതിക്കൂടെ നിനക്ക്? ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥനായി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കൂടെ? സാറേ, സത്യം അത് മാത്രമേ എനിക്കും ഉള്ളൂ. ആ സത്യം വിജയിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ അത് ഉപദേശിക്കുന്നു, തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ. ഷമീർ, നീ എഴുത്, PSC എഴുത്, കേരള പോലീസിൽ കയറ്. ഇതുപോലുള്ള ക്രിമിനൽസിനെ പൊക്കാൻ നിനക്ക് മാത്രമേ ഐഡിയ ഉള്ളൂ. ഞങ്ങൾക്ക് എത്രയോ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ നൈസായിട്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പിന്നെ ഓരോരുത്തരുടെ അഭ്യർത്ഥനക്കനുസരിച്ചല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അവനെ പൊക്കണം എന്ന് പറഞ്ഞാൽ പൊക്കണം, വിടണമെന്ന് പറഞ്ഞാൽ വിടണം, അതല്ലേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷമീർ, നീ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നീ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്ക്. ഒരുപാടുണ്ടാവും അങ്ങനെ, ഒറ്റെണ്ണത്തിനും വെറുതെ വിടരുത്. എന്നാൽ തൻ്റെ ജ്യേഷ്ഠനെ പോലെയുള്ള SIയുടെ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ ശരിക്കും ഷമീറിൻ്റെ മനസ്സിലും പല ചിന്തകൾ. അല്ലെങ്കിലും ഞാൻ വെറും ഒരു വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടവനല്ലല്ലോ. എനിക്കുമുണ്ട് ചില സ്വപ്നങ്ങൾ. ഒന്നുമല്ല, ചില ആളുകളെ, ചില ക്രിമിനൽസിനെ ഒന്ന് പൊക്കണം, അതുമാത്രം. അതിനു വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ സർ? വിളിക്കട്ടെ, ഞാൻ ലൗഡ് സ്പീക്കറിലിട്. ഹലോ, പിന്നെ എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ഹലോ, എവിടെയാണിപ്പോൾ? 2 ഉദ്യോഗസ്ഥന്മാർ കിട്ടിയിട്ടുണ്ട് അവർക്ക്. അല്ലടാ, എവിടെ? രാജേഷ്, എന്താ നീ മിണ്ടാത്തെന്ന്? കേൾക്കുന്നില്ല, റേഞ്ചില്ലെന്ന് തോന്നുന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത്, എങ്ങനെയുണ്ട് സാറേ? എത്ര കോളുകളാണ്, എത്ര മെസ്സേജ്, ഇതൊക്കെ എത്ര ലക്ഷങ്ങളാണ്. അതെ, രാജേഷ് കോടീശ്വരനാകാനും അതിനൊക്കെ അവൻ കണ്ടെത്തുന്ന വഴി. ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ മുഴുവനായിട്ടും ഇതിൻ്റെ പിന്നാലെയാണ്. ഒരു 100 അതിൽ 80 എന്ന് തന്നെ പറയാം. എല്ലാവരും എന്നല്ല സാറേ, ഇതൊക്കെ എവിടെയെങ്കിലും നിർത്തണ്ടേ? എന്നാൽ SIൻ്റെ രക്തത്തിലൂടെ ദേഷ്യം അരിച്ചു കയറാൻ തുടങ്ങി. ഷമീർ, നീ തീർച്ചയായും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരൽ നീ നിർബന്ധമാണ്. ഒരുപക്ഷെ നീ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളെല്ലാം നീ തടയിടും. അതെനിക്കറിയാം. അതിനുള്ള പക്വതയും അതിനുള്ള തൻ്റെ ഇടവും ഷമീർ നിനക്കുണ്ട്. നിനക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ജോലി സെറ്റാക്കണം. PSC എഴുതിയാൽ അത് മാത്രമല്ല, അതിനു മുമ്പേ നീ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എനിക്ക് വേണം. എൻ്റെ കൂട്ടുകാരനുണ്ട് നസീർ, അവനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കണം. നീ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ. അങ്ങനെ അവർ 2 പേരും നേരെ രാജേഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. എടാ, അവൻ പിടിവിട്ട് പോയിട്ടുണ്ടാവല്ലോ. സാറേ, എങ്ങനെ പിടിവിടാനാ? അഥവാ പിടിവിട്ട് പോയാൽ തന്നെ അവനെ പിടിക്കൂലേ? അവനെ ഞാൻ പിടിച്ചങ്ങ് എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചതാണ് അവന്. പക്ഷേ അതൊന്നങ്ങ് കഴിഞ്ഞില്ല. അന്ന് 4-5 പേരായിരുന്നു എൻ്റെ നേരേക്ക് വന്നിരുന്നത്. അവശനായിരുന്നു ഞാൻ. പക്ഷേ എങ്ങനെയൊക്കെയോ പടച്ചവൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ഉമ്മയുടെ പ്രാർത്ഥന. മോനെ, എന്താണ് ഷമീർ, നീയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിന്നെപ്പോലുള്ള ഒരാണിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതെ, ഒരാളെയും വളരാൻ അനുവദിക്കാൻ പാടില്ല. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ നസീർ സാറ്, ഹലോ, അല്ല സാറേ, എവിടെ? സസ്പെൻഷൻ കഴിഞ്ഞ് കയറാനായോ? സാറേ, ഇനി ഞാൻ അങ്ങോട്ടില്ല. പക്ഷേ ചില ആളുകളെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം നമ്മളെടുത്തുണ്ട്. ആരുടെ? എന്താ? നമ്മളൊക്കെ എത്ര തന്നെ ശ്രമിച്ചാലും അവരൊക്കെ വഴുതി പോകില്ലേ സാറേ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പറ്റിയൊരു ആളിവിടെ ഉണ്ട്, ഷമീർ. അവനെ കിട്ടിക്കഴിഞ്ഞാലേ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിനെന്താടാ, നമുക്ക് എത്ര വെച്ച് അവന് ക്യാഷും കാര്യങ്ങളും കൊടുക്കാം. അവനിതുപോലുള്ള കേസുകളൊക്കെ തെളിയിക്കാനും അതുപോലെ ഇതിനൊക്കെ അവന് ക്രിമിനലുകളെ പിടിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കണം. അത് അത്യാവശ്യമാണ്. കാരണം അത്രക്കും മോശമായി തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ പോലീസുകാരൊക്കെ വെറും പൊട്ടന്മാരാകുന്ന അവസ്ഥയിൽ അതിനേക്കാൾ വലിയ ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ വെറുതെ കാക്കിക്കുപ്പായിട്ട് നടക്കുകയാണ്. അതെ സാർ, ഷമീർ ഒരിക്കൽ പോലും അവൻ ഒരു സാധാരണക്കാരനല്ല. അവന് പ്രത്യേകമായിട്ട് ഒരു കഴിവും ശക്തിയും ഊർജവും അതുമാത്രമല്ല തൻ്റെ ഇടവും ധൈര്യവും അവന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമുക്ക് കിട്ടിയാൽ നല്ലൊരു ബെസ്റ്റ് സംഭവം തന്നെയായിരിക്കും. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? അതെ,
ഒരു പ്രധാനപ്പെട്ട ക്രിമിനലിനെ ഒന്ന് പൊക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇങ്ങനെയോ? അതെ, പോലീസുകാർക്ക് മാത്രമേ ക്രിമിനൽസിനെ പൊക്കാൻ പറ്റുള്ളൂ എന്ന് എവിടെയും നിയമമുണ്ടോ സാറേ? ഇല്ല, അതില്ല. എന്നാലും പോലീസിന് കൊടുക്കില്ല. തൽക്കാലം നാട്ടുകാരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും നസീർ പോലീസിന് അത് വല്ലാത്തൊരു സന്തോഷമായി മാറി. അതെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പോയി വരും, വിളിക്കേ. എവിടെയാണെങ്കിലും നിങ്ങൾ വിളിക്കേ, ഞാനങ്ങോട്ട് വരാം. അവർ രണ്ടുപേരും രാജേഷിനെ പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോകുകയാണ്. എന്നാൽ അവൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഷമീറിൻ്റെ, അതായത് ഫർസാനയുടെ പിതാവ്, അതെ രാജേഷ് നശിപ്പിച്ച ആദ്യത്തെ കക്ഷി, പിന്നെ അദ്ദേഹത്തിൻ്റെ മകളെയാണല്ലോ ആദ്യമായി, പിന്നെ ഷെഫി ഉസ്താദിൻ്റെ ഭാര്യ സീനത്ത്, അവരെയൊക്കെ അവരുടെ ഉപ്പമാരെയും ഫാമിലിയൊക്കെ കൊണ്ടുവരണം. ഇവനെ അവരുടെ നടുവിലേക്ക് ഇട്ടുകൊടുക്കണം. ചെയ്യാനുള്ളത് ചെയ്യട്ടെ, നാട്ടുകാർ തീർക്കട്ടെ അവരുടെ കലി പക. അതായിരുന്നു ഷമീറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവർ രാജേഷിൻ്റെ പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.